സയൻസ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ എടുക്കുന്ന ക്ലാസ് ഫസ്റ്റ് ഇയറിൻ്റെ ഫസ്റ്റ് ലെസണായ സെറ്റിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ എന്താണ് സെറ്റ്, ഡെഫിനിഷൻ ഓഫ് സെറ്റ്, റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടിയിട്ടുണ്ടാകും. എന്നാലും ജസ്റ്റ് നമ്മൾ ആ ഇൻട്രൊഡക്ഷൻ ഒന്ന് പറഞ്ഞു നിർത്തിയിട്ടാണ് ടൈപ്സ് ഓഫ് സെറ്റ് എന്ന് പറയുന്ന എൻ്റെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകുന്നത്. അപ്പോൾ വാട്ട് ഡു യു മീൻ ബൈ സെറ്റ്? സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്, ഐഡിയാസ്, സിംബൽസ്. സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ. കൃത്യമായിട്ട് നിർവചിക്കപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടം വസ്തുക്കളാണ് സെറ്റ് എന്ന് പറയുന്നത്. ഒരു കുല പൂവാകാം, ഒരു സംഘം കള്ളന്മാരാകാം, ഒരു കൂട്ടം, ഒരു പറ്റം കന്നുകാലികളാകാം. അപ്പം ഈ കൂട്ടം, പറ്റം, കുല എന്നൊക്കെ പറയുന്നത് മലയാളത്തിൽ പറയുന്നത് ഇവിടുത്തെ നമ്മുടെ വേർഡായ സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാനാണ്. അപ്പോൾ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ്. ഇപ്പോൾ ആൺകുട്ടികളുടെ ഒരു സെറ്റ്, ആൺകുട്ടികൾക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അതിനിടയിൽ ഒരു പെൺകുട്ടിയെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ നമുക്കറിയാം അത് ആൺകുട്ടികളുടെ സെറ്റല്ല. അപ്പോൾ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റിനെയാണ് സെറ്റ് എന്ന് വിളിക്കുന്നത്. ഈ സെറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ 3 ടൈപ്സിലാണ് വരിക. ഫസ്റ്റ് വൺ സ്റ്റേറ്റ്മെൻറ്റ് ഫോം, സെക്കൻഡ് വൺ റോസ്റ്റർ ഫോം, തേർഡ് വൺ സെറ്റ് ബിൽഡർ ഫോം. സ്റ്റേറ്റ്മെൻറ്റ് ഫോം എന്ന് വരുന്നത് നമ്മൾ വേർഡ്സിൽ എഴുതി ചേർക്കുകയാണ്. ദ സെറ്റ് ഓഫ് വോവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഈ പറയുന്നത് സെറ്റിനെ കുറിച്ച് ഉള്ള ഒരു ഐഡിയയ്ക്ക് വേണ്ടി നമ്മൾ പറയുന്നതാണ്, വേർഡ്സിൽ എഴുതി ചേർക്കുന്നതാണ്. ദ സെറ്റ് ഓഫ് vowels in English alphabet. ക്ലിയർ ആണല്ലോ? ആ വേർഡ്സിൽ എഴുതിയ ഇത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഫോം എന്ന് വിളിക്കുക. ഇനി അത് റോസ്റ്റർ ഫോമിലേക്ക് അല്ലെങ്കിൽ ടാബുലർ ഫോമിലേക്ക് മാറ്റുമ്പോൾ ഒരു സെറ്റിനകത്ത് എലമെൻറ്റുകളെ കോമ ചേർത്ത് വിത്തൗട്ട് റിപ്പീറ്റേഷനിൽ എഴുതുക. അതായത് എലമെൻറ്റ്സ് ഓഫ് സെറ്റ് ക്യാൻ ബി ഡിനോട്ടഡ് ഇൻ കേളി ബ്രാക്കറ്റ്സ് യൂസിങ് കോമ വിത്തൗട്ട് റിപ്പീറ്റേഷൻ. അടുത്തത് നമുക്കതിൽ പറയുന്നത് സെറ്റ് ബിൽഡർ ഫോം ആണ്. ഈ എലമെൻറ്റുകളുടെ ഒരു കോമൺ ഫീച്ചർ ഉണ്ടാവും. ആ ഫീച്ചറിനെ ഒരു വേരിയബിളിൻ്റെ സഹായത്തോടു കൂടി ഒരു കേളി ബ്രാക്കറ്റിനകത്ത് റെപ്രസെൻ്റ് ചെയ്യുകയാണ് ഈ സെറ്റ് ബിൽഡർ ഫോം. ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് ആസ് റൂൾ മെത്തേഡ്. അപ്പോൾ ആദ്യത്തേത് സ്റ്റേറ്റ്മെൻറ്റ് ഫോം, രണ്ടാമത്തേത് റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോം അതർവൈസ് കോൾഡ് ആസ് ടാബുലർ ഫോം. അടുത്തത് സെറ്റ് ബിൽഡർ ഫോം, അത് റൂൾ മെത്തേഡ്. ഇത് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലേതല്ല. ഒരു ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞതാണ് എന്താണ് സെറ്റ്. ഇനി ഇതിൽ ഒരു സെറ്റിനകത്തുള്ള എലമെൻറ്റുകളുടെ എണ്ണമില്ലേ, ആ എണ്ണമാണ് കാർഡിനാലിറ്റി, അംഗത്വം. അതായത് ഇന്ന ഒരു സെറ്റിലെ എത്ര എലമെൻറ്റുകൾ ഉണ്ട് എന്ന് നമ്മൾ എണ്ണി നോക്കി എഴുതുന്ന ആ ഒരു നമ്പറിനെയാണ് കാർഡിനാലിറ്റി എന്ന് പറയുക. ഇത്തരം ഭാഗങ്ങളാണ് നിങ്ങൾ ഇൻട്രൊഡക്ഷനിലൂടെ പഠിച്ചു കഴിഞ്ഞത്. ഇന്ന് പോകുന്ന ഒരു ടോപ്പിക്ക് ടൈപ്സ് ഓഫ് സെറ്റ്. ഈ ടൈപ്സ് ഓഫ് സെറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് ആദ്യത്തെ ഈ ഇതിൽ വരുന്നത് എംപ്റ്റി സെറ്റ്. എംപ്റ്റി സെറ്റ് എന്ന് പറയുന്നത് നൾ സെറ്റ് ആണ്. ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് ആസ് എ വോയിഡ് സെറ്റ്. അപ്പോൾ എംപ്റ്റി അത് ശൂന്യമാണ്, ഒന്നുമില്ല. നൾ, വോയിഡ്, ഈ ടേം ഇതൊക്കെ നൾ സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വേർഡുകളാണ്. എംപ്റ്റി, നൾ സെറ്റ്, വോയിഡ് സെറ്റ്. എന്താ ഈ സെറ്റിൻ്റെ പ്രത്യേകത? The set which does not have any element is called empty set. It is otherwise called as
നൾ സെറ്റ് ഓർ വോയിഡ് സെറ്റ്. അപ്പോൾ ഇതിൻ്റെ കാർഡിനാലിറ്റി എന്തായിരിക്കും? എൻ ഓഫ് എയിലുള്ള എലമെൻറ്റുകളുടെ എണ്ണം അത് 0 ആണ്. ഒരു എലമെൻറ്റും അതിൽ കാണില്ല. ഇതിനപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ കൊടുക്കാം. അതായത് എ ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് സ്ക്വയർഡ് മൈനസ് 2 ഈക്വൽ ടു 0. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. എക്സ് സ്ക്വയർഡ് മൈനസ് 2 ഈക്വൽ ടു 0 വരുമ്പോൾ എക്സ് സ്ക്വയർഡ് ഈക്വൽ ടു 2 അല്ലേ? അപ്പോൾ എക്സിൻ്റെ എലമെന്റ് എന്ന് വരുന്നത് √2 ആണ് വരിക. അപ്പോൾ ഒരിക്കലും അതൊരു നാച്ചുറൽ നമ്പർ അല്ല. അവിടെ ഒരു എലമെന്റും ഉണ്ടാകുന്നില്ല. ഇതിൽ നിന്ന് തന്നെ നമുക്കറിയാം നമ്പർ ഓഫ് എലമെന്റ് 0 ആണ്. ദ സെറ്റ് ബിക്കം നൾ സെറ്റ് ഓർ വോയിഡ് സെറ്റ് ഓർ എംപ്റ്റി സെറ്റ്. ഇങ്ങനെയുള്ള ഈ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെ? ഒരു കേളി ബ്രാക്കറ്റ്. ആ കേളി ബ്രാക്കറ്റ് കൊണ്ട് മാത്രം നമുക്ക് നൾ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാം. അല്ലെങ്കിൽ 5 ഒരു 0 ഇട്ട് നമ്മൾ ഒരു ബാറ് 0ന് മുകളിൽ കൂടെ വരയ്ക്കുമ്പോൾ 5 എന്നാണ് പറയുക. PHI 5. ഈ ഒന്നുകിൽ 5 കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് നൾ സെറ്റ് കേളി ബ്രാക്കറ്റ് കൊടുത്തുകൊണ്ടോ ഈ നൾ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാം. അടുത്ത ടൈപ്പിലേക്ക് വരുന്നത്, അപ്പോൾ ഇതിനു മുൻപ് ഒരെണ്ണം കൂടി നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ കാണാം. ബി ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ഈവൻ പ്രൈം നമ്പർ അതർ ദാൻ 2. നിങ്ങൾക്കറിയാലോ ഈ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2, 3, 5, 7 എക്സെട്ര. ആ പ്രൈം നമ്പേഴ്സ് ഒരേ ഒരു ഈവൺ നമ്പർ ഏതിൽ വരുന്നുള്ളൂ? 2. അപ്പോൾ ഇവിടെ പറയുന്ന ബി എന്ന് പറയുന്ന സെറ്റ് ഈസ് എ ഈവൺ നമ്പർ, ഈവൺ പ്രൈം നമ്പർ അതർ ദാൻ 2. 2 ഒഴികെ ഉള്ള ഈവൺ പ്രൈം നമ്പറാണ്. അത് നമുക്ക് ഒരേ എലമെന്റും അതിൽ കാണാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു സെറ്റിനെയാണ് നൾ സെറ്റ് എന്ന് വിളിക്കുക. സെക്കൻഡ് ടൈപ്പിലേക്ക് നമ്മൾ പോകുന്നത് സിംഗിൾട്ടൺ സെറ്റ്. സിംഗിൾട്ടൺ സെറ്റ് എന്ന് വരുമ്പോൾ അതിൽ ഒരു എലമെന്റ് സിംഗിൾ 1 എലമെന്റേ പാടുള്ളൂ. അതായത് സെറ്റ് വിച്ച് ഹാസ് ഓൺലി 1 എലമെന്റ് ഈസ് കോൾഡ് സിംഗിൾട്ടൺ സെറ്റ്. അപ്പോൾ ഇതിന്റെ കാർഡിനാലിറ്റിക്ക് എന്തേ പ്രത്യേകത? കാർഡിനാലിറ്റി ബിക്കം 1. ഒരു എലമെന്റ് അല്ലേ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ എൻ ഓഫ് എ ഈക്വൽ ടു 1 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇതിനൊരു എക്സാമ്പിൾ നമുക്ക് കൊടുക്കണ്ടേ? ദ ഈവൺ പ്രൈം നമ്പർ തന്നെ എടുത്തു. ഈവൺ പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2 അല്ലേ? അപ്പോൾ ആ സെറ്റിനകത്ത് നമുക്ക് ഒരു എലമെന്റ് മാത്രമേ കാണാൻ പറ്റൂ. സെറ്റ് ഓഫ് 2, ഒരു എലമെന്റ് മാത്രം. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സിംഗിൾട്ടൺ സെറ്റ്. ഇനി മറ്റൊരു എക്സാമ്പിളിലേക്ക് പോവുകയാണെങ്കിൽ ദ സെറ്റ് ഓഫ് integer which is neither positive or nor negative. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് സിംഗിൾട്ടൺ സെറ്റിൻ്റെ. അതായത് പോസിറ്റീവോ നെഗറ്റീവോ അല്ലാത്ത ഒരു ഇൻറ്റിജർ വരുന്ന ഒരു സെറ്റ് ഏത്? നിങ്ങൾക്കറിയാലോ സെറ്റ് 0 ആണെന്ന്. അപ്പോൾ ആ സെറ്റിനകത്ത് ഒരു എലമെന്റ് വരുന്നുണ്ട്. ഇതിനെയാണ് സിംഗിൾട്ടൺ സെറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് സെറ്റ് ഏതായിരുന്നു? അതായത് നൾ സെറ്റ്, എംപ്റ്റി സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ്. ഒരു എലമെന്റ് ഉണ്ടാകുന്നില്ല. കാർഡിനാലിറ്റി അതിന് 0 ആണ്. സെക്കൻഡ് വൺ സിംഗിൾട്ടൺ സെറ്റ് ആണ്. സിംഗിൾട്ടൺ സെറ്റിനകത്ത് ഒരു എലമെന്റ് കാണും. അപ്പോൾ എൻ ഓഫ് എ ഈക്വൽ ടു 1 ആണ്. അറിയാം. അതിൻ്റെ എക്സാമ്പിൾസും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തത് ഫൈനൈറ്റ് സെറ്റ്. അപ്പോൾ ഈ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത് എന്താ? ഫൈനൈറ്റ്. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇൻഫൈനൈറ്റ് സെറ്റ്. അപ്പോൾ ഈ ഫൈനൈറ്റ് സെറ്റുകളുടെ പ്രത്യേകത നമ്പർ ഓഫ് എലമെന്റ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കണം. ഇത് എൻഡ്ലെസ് അല്ല. അതായത് പരിധി ഇൻഫിനിറ്റ് അല്ല, ഫിനിറ്റ് ആണ്. കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റും. അങ്ങനെയുള്ള എലമെന്റുകളോട് കൂടിയ ഒരു സെറ്റിനെയാണ് ഫൈനൈറ്റ് സെറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്കൊരു ഡെഫിനിഷൻ പറയണ്ടേ? ദ സെറ്റ് കണ്ടെയ്ൻ finite number of elements, that means limited number of elements is called finite set. ഇതിന് നമുക്ക് എക്സാമ്പിൾ കൊടുക്കണമെങ്കിൽ ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ ബിലോ 10 താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഒന്ന് നിങ്ങൾ എഴുതി നോക്കുക ഏതാണെന്ന്. എ ഈക്വൽ ടു സെറ്റ് ഓഫ്
1 2 3 4 5 6 7 8 9 ബിലോ 10 അല്ലേ? 10 വരില്ല. അപ്പൊ ഇങ്ങനെ ഇത്രയും അത് നമുക്ക് കൗണ്ടബിൾ ആണ്, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റും. ലിമിറ്റഡ് നമ്പർ അല്ലേ? ഇതിനെയാണ് നമ്മൾ എന്ത് സെറ്റ് എന്ന് വിളിക്കുന്നത്? ഫൈനൈറ്റ് സെറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഫൈനൈറ്റ് സെറ്റുകളുടെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഇതിൽ കാണാം. അതായത് നമ്പർ ഓഫ് എലമെന്റ്സ് ക്യാൻ ബി കാൽക്കുലേറ്റഡ്, അതായത് ലിമിറ്റഡ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടാകുന്നു. ചില സെറ്റിനകത്തെ എലമെന്റുകൾ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തതുണ്ട്. അപ്പൊ ഇതിന് എക്സാമ്പിൾ നമുക്ക് ഏതൊക്കെ പറയാം? ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ ബിലോ 10 ഞാൻ പറഞ്ഞു, ഈവൺ നമ്പർ ബിലോ 20, ഓൾ നമ്പർ ബിലോ 11, ഇതൊക്കെ നമുക്ക് ഫൈനൈറ്റ് സെറ്റിൽ പെടുത്താവുന്നതാണ്, കാരണം ലിമിറ്റഡ് നമ്പർ ആണ്. ഇനി ഇതിൽ വരുന്ന അടുത്ത ടൈപ്പാണ് ഇൻഫൈനൈറ്റ് സെറ്റ്. ഈ ഫൈനൈറ്റ് സെറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇൻഫൈനൈറ്റ് സെറ്റ് എളുപ്പം മനസ്സിലാക്കാം. ഫൈനൈറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻഫൈനൈറ്റ്. ദ നമ്പർ ഓഫ് എലമെന്റ്സ് അൺലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ ദ സെറ്റ് വിച്ച് ഹാവ് അൺലിമിറ്റഡ് നമ്പർ ഓഫ് എലമെന്റ്, അത് ലിമിറ്റഡ് അല്ല, നീണ്ടുപോയിക്കൊണ്ടേയിരിക്കും, എൻഡ്ലെസ് ആണ്, കൗണ്ടബിൾ അല്ല. അങ്ങനെയുള്ള ഒരു സെറ്റിനെയാണ് ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് വിളിക്കുക. ഇതിന് നമുക്ക് ഏതാ എക്സാമ്പിൾ കൊടുക്കാൻ പറ്റുക? ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ. ഈ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് നമുക്ക് ലിമിറ്റഡ് അല്ല, അതായത് എത്ര വരെ എന്ന് പറയുന്നതിന് ഒരു എൻഡ്ലെസ് ആണത്. അങ്ങനെ വരുന്ന ഒരു സെറ്റ് ദ സെറ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സ് ലിമിറ്റ് നമ്മൾ പറഞ്ഞില്ല, നേരത്തെ എക്സാമ്പിൾ പറഞ്ഞു നമ്മൾ ബിലോ 10 ആണെന്ന്. അപ്പൊ 10 വരെ അല്ലെങ്കിൽ 20 വരെ. ഇത് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതിനൊരു ലിമിറ്റ് ഇല്ലാത്തത് കൊണ്ട് ഈ സെറ്റിനെ നമുക്ക് ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് വിളിക്കാം. ഇത് ക്ലിയർ അല്ലേ? അപ്പൊ ഏതൊക്കെ കഴിഞ്ഞു? ഈ ആദ്യത്തേത് നൾ സെറ്റ്, സിംഗിൾട്ടൺ സെറ്റ്, പിന്നെ വരുന്നത് ഫൈനൈറ്റ്, ഇൻഫൈനൈറ്റ്. അടുത്തതിലാണ് ഈക്വൽ സെറ്റ്സ് പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റാണ് ഈക്വൽ സെറ്റ്സ്. Two sets are said to be equal if they have same number of elements and same elements. രണ്ട് സെറ്റുകൾക്ക് ഒരേ കാർഡിനാലിറ്റി ഉണ്ടാകണം, അതായത് സെറ്റിനകത്തുള്ള എലമെന്റുകളുടെ എണ്ണം ഒരേപോലെ, അതായത് ഈക്വൽ ആയിരിക്കണം. ഒരു സെറ്റിൽ വന്ന എലമെന്റുകൾ മാത്രമേ രണ്ടാമത്തെ സെറ്റിൽ വരാൻ പാടുള്ളൂ. അങ്ങനെയുള്ള രണ്ട് സെറ്റുകളെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്? ഈക്വൽ സെറ്റ്സ്. അപ്പോൾ two sets are said to be equal if they have same number of elements and same elements. It is called equal set. ഇതിന് നമുക്ക് ഒരു എക്സാമ്പിൾ കൊടുക്കുകയാണെങ്കിൽ എ എന്ന് പറയുന്ന ഒരു സെറ്റ്, the set contain letters of word follow. Follow means FOLLOW അല്ലേ? അപ്പോൾ ഫോളോ എന്ന് പറയുന്ന ഈ സെറ്റിലെ എലമെന്റുകൾ FO, ഒന്നുകൂടി നിങ്ങൾ ആ സ്ലൈഡ് ഒന്ന് ശ്രദ്ധിക്കണം. ഈക്വൽ സെറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. ഈക്വൽ സെറ്റ്സ് എന്ന് പറഞ്ഞാൽ ടു സെറ്റ്സ് ആർ സെറ്റ് ടു ബി ഈക്വൽ ഇഫ് ദേ ഹാവ് സെയിം എലമെന്റ് ആൻഡ് സെയിം നമ്പർ ഓഫ് എലമെന്റ്. രണ്ട് സെറ്റുകളുടെ കാർഡിനാലിറ്റി എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ആ കാർഡിനാലിറ്റി ഈക്വൽ എന്ന് മാത്രമല്ല, ആ സെറ്റിനകത്തെ എലമെന്റുകൾ സെയിമേ വരാൻ പാടുള്ളൂ. എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, അതായത് ദ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് ഫോളോ. ഫോളോ എന്ന് പറയുന്ന വേർഡിലെ ലെറ്ററുകൾ ശ്രദ്ധിക്കുക, FOLLOW. അതിന് റിപ്പീറ്റേഷൻ വരുന്ന എലമെന്റുകളെ നമ്മൾ മാറ്റുക. അപ്പൊ എന്ത് വരും? A ഈക്വൽ ടു സെറ്റ് ഓഫ് FOLW. ഇത്രയല്ലേ ഉള്ളൂ. ബാക്കി വരുന്ന ലെറ്ററുകൾ റിപ്പീറ്റ് ചെയ്തതാണ്. ബി എന്ന് പറയുന്ന സെറ്റ് ദ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് വോൾഫ്, WOLF. അപ്പൊ ബി എന്ന് പറയുന്ന സെറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? കേളി ബ്രാക്കറ്റിനകത്ത് W, O, L, F. ഈ രണ്ട് സെറ്റുകളിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. നമ്പർ ഓഫ് എ 4 അല്ലേ? നമ്പർ ഓഫ് ബിയും 4 അല്ലേ? ഈ രണ്ട് സെറ്റുകളിൽ വന്നേക്കുന്ന എലമെന്റുകൾ സെയിം അല്ലേ? WLOF അല്ലേ? അപ്പോൾ ഇത് കഴിഞ്ഞുള്ള വേറൊരു എലമെന്റുകളും ഇതിൽ വന്നിട്ടില്ല. അപ്പൊ ഈ രണ്ട് സെറ്റുകളെ നമുക്ക് A and B ആർ ഈക്വൽ സെറ്റ്സ്. വൈ? കാർഡിനാലിറ്റി സെയിം ആണ്,
നമ്പർ ഓഫ് എലമെന്റ്സ് സെയിം ആണ്, പിന്നെ സെയിം എലമെന്റുകളാണ് വന്നിരിക്കുന്നത്. അടുത്തത് ഈക്വലന്റ് സെറ്റ്. ഈക്വൽ സെറ്റും ഈക്വലന്റ് സെറ്റും തമ്മിൽ സാമ്യമുണ്ട്, അതേപോലെ ഡിഫറൻസും ഉണ്ട്. കാർഡിനാലിറ്റി സെയിം ആകുന്ന രണ്ട് സെറ്റുകളെയാണ് നമ്മൾ ഈക്വലന്റ് സെറ്റ് എന്ന് വിളിക്കുക. ഈ എയിൽ വന്ന സെയിം എലമെന്റുകൾ ബിയിൽ വരണമെന്നില്ല, ഡിഫറെന്റ് എലമെന്റുകളാകാം. അപ്പോൾ എൻ ഓഫ് എ ഈക്വൽ ടു എൻ ഓഫ് ബി. എയിൽ എത്ര എലമെന്റ് ഉണ്ടോ അതേ എലമെന്റ് തന്നെയേ ബിയിൽ പാടുള്ളൂ. കാർഡിനാലിറ്റി സെയിം ആയിരിക്കണം, അതായത് നമ്പർ ഓഫ് എലമെന്റ്സ് ഈക്വൽ ആയിരിക്കണം. എലമെന്റുകൾ ഡിഫറെന്റ് ആകാം. അങ്ങനെയുള്ള ഒരു സെറ്റിന് രണ്ട് സെറ്റുകളെയാണ് ഈക്വലന്റ് സെറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇഫ് ടു സെറ്റ്സ് ഹാവ് സെയിം നമ്പർ ഓഫ് എലമെന്റ് ആൻഡ് ഡിഫറെന്റ് എലമെന്റ്സ്, നമ്പർ ഓഫ് എലമെന്റ്സ് സെയിം ആയിരിക്കുക, ഡിഫറെന്റ് എലമെന്റ് ആയിരിക്കുക, then two sets are said to be equivalent set. ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് എഴുതുമ്പോൾ A equal to set of 1, 2, 3, 4, 5. B equal to set of the letters in the word parallel. അപ്പോൾ P A, P, A, R, L, E parallel. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കൂ, A എന്ന് പറയുന്ന സെറ്റിനെ പറഞ്ഞേക്കുന്ന ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് പാരലൽ. A എന്ന് പറയുന്ന സെറ്റിൽ തന്നിരിക്കുന്നത് the natural number below 6. അപ്പോൾ അതിൽ എത്ര എലമെന്റുകൾ ഉണ്ട്? 5 അല്ലേ? 1, 2, 3, 4, 5. ബിയിലാണെങ്കിലോ നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് പാരലൽ P A R L E പാരലൽ. അപ്പോൾ ഈ രണ്ടെണ്ണത്തിലും വരുന്ന ലെറ്ററുകളുടെ എണ്ണം ഒന്ന് ശ്രദ്ധിക്കുക. കാർഡിനാലിറ്റി എൻ ഓഫ് എയും 5 ആണ്, എൻ ഓഫ് ബിയും 5 ആണ്. ദേ ആർ ഈക്വലന്റ് സെറ്റ്. അപ്പോൾ നമ്മളുടെ ഈ ടൈപ്സിലേക്ക് കഴിയാണ്. ഈ ടൈപ്സ് ഓഫ് സെറ്റ്സിൽ നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചേ? ഫസ്റ്റ് വൺ നൾ സെറ്റ്, സിംഗിൾട്ടൺ സെറ്റ്, ഫൈനൈറ്റ്, ഇൻഫൈനൈറ്റ്, ഈക്വൽ സെറ്റ്, ഈക്വലന്റ് സെറ്റ്. ഇനി നമുക്കിതിൽ കുറച്ച് പ്രോബ്ലംസ് ഒന്ന് ചെയ്തു പോകാം. പ്രോബ്ലംസ് ആദ്യം വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നൾ സെറ്റ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെയാണ് നൾ സെറ്റ് ആയിട്ട് കാണാൻ സാധിക്കുക? അതിലുള്ള സെറ്റ് ഓഫ് ഓഡ് നമ്പർ ഡിവിസിബിൾ ബൈ 2. ശ്രദ്ധിക്കൂ നിങ്ങൾ, ഓഡ് നമ്പർ ആയിരിക്കണം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കണം. അങ്ങനെയുള്ള ഒരു സെറ്റിനെ നമുക്ക് നൾ സെറ്റ് ആണെന്നാണോ, സിംഗിൾട്ടൺ സെറ്റ് ആണോ, ഫൈനൈറ്റ് ആണോ, ഇൻഫൈനൈറ്റ് ആണോ, ഏത് ടൈപ്പിൽ വരുന്നു എന്ന് പറയാം. അപ്പോൾ നമ്മൾക്കിതിൽ ഏതാ കാണാൻ സാധിക്കുക? ഒരു എലമെന്റ് ഉണ്ടാവില്ല. ഓഡ് നമ്പറിനെ ഒരു ഓഡ് നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ദ സെറ്റ് ഓഫ് ഓഡ് നമ്പർ ഡിവിസിബിൾ ബൈ 2 എന്ന് പറയുന്നത് ഇത് നൾ സെറ്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, set x such that x is a natural number, x less than 5 and x greater than 7. x എന്ന് പറയുന്ന ഒരു നമ്പർ ഒരേ സമയത്ത് അത് 5നേക്കാൾ ചെറുതാവുകയും 7നേക്കാൾ വലുതാവുകയും ചെയ്യുന്ന ഒരു നമ്പർ ആയിരിക്കണം. അങ്ങനെ ഒരു നമ്പറിനെയും നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ടൈപ്പ് അത് ഏതിൽ പെടുന്നതാവും? നൾ സെറ്റിൽ പെടുന്നു. തേർഡ് വൺ, സെറ്റ് ഓഫ് ഈവൺ പ്രൈം നമ്പർ. ഇത് നമ്മൾ നേരത്തെ ആൻസർ ചെയ്ത് പോയതാണ്. പ്രൈം നമ്പറിൽ ഒരു ഈവൺ പ്രൈം നമ്പർ വരും, അതേതാ? 2. അപ്പോൾ ഇതൊരിക്കലും ഒരു നൾ സെറ്റ് അല്ല. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ അത് നൾ സെറ്റ് അല്ല, സിംഗിൾട്ടൺ സെറ്റ് ആണ്. അടുത്തത് സെറ്റ് y സച്ച് ദാറ്റ് y ഈസ് എ പോയിന്റ് കോമൺ ടു 2 പാരലൽ ലൈൻ. 2 പാരലൽ ലൈനുകൾക്ക് കോമൺ ആയിട്ട് വരുന്ന ഒരു പോയിന്റ്, ആ പോയിന്റ് നമുക്ക് കാണാൻ കഴിയില്ല. എന്തേ കാരണം? ഒരു ലൈൻ പോകുന്നതിന് പാരലൽ ആയിക്കൊണ്ട് മറ്റേ ലൈൻ കടന്നു പോവുകയാണ്. പാരലൽ ലൈൻസ് ആർ നോട്ട് ഇന്റർസെക്റ്റിംഗ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്കറിയാം ഇവിടെ ഒരു കോമൺ പോയിന്റ് ഉണ്ടാകുന്നതല്ല. അതുകൊണ്ട് തന്നെ സെറ്റ് അത് നൾ സെറ്റ് ആണ്.
നൾ സെറ്റ് ആണ്, ഒരു പോയിന്റും ഉണ്ടാകുന്നില്ല. ഈ നമ്പർ ഓഫ് എലിമെന്റ്സ് 0 ആണ്. അടുത്തത് which of the following sets are finite or infinite? ലിമിറ്റഡ് നമ്പർ ഏതിലാണ്, അൺലിമിറ്റഡ് നമ്പർ ഏതിലാണ്, അതനുസരിച്ച് സെറ്റുകളെ ഫൈനൈറ്റും ഇൻഫൈനൈറ്റും ആയിട്ട് എങ്ങനെ തിരിക്കാം. ഫസ്റ്റ് വൺ, ദ സെറ്റ് ഓഫ് മന്ത് ഓഫ് എൻ ഇയർ. ഒരു വർഷത്തിലുണ്ടാകുന്ന മാസങ്ങളുടെ പേര് പറയാൻ നിങ്ങൾക്കറിയാം, എത്ര എണ്ണം ഉണ്ടെന്നും കൗണ്ടബിൾ ആണത്. അങ്ങനെ വരുന്ന ഒരു സെറ്റിനെ നമുക്ക് എന്ത് സെറ്റ് എന്ന് വിളിക്കാവുന്നതാണ്? ഫൈനൈറ്റ് സെറ്റ്. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? അതായത് ദ സെറ്റ് ഓഫ് മന്ത് ഓഫ് എൻ ഇയർ. നെക്സ്റ്റ് വൺ, സെക്കൻഡ് വൺ വരുന്നത് സെറ്റ് ഓഫ് 1 2 3 എക്സെട്ര. ഇത് എൻഡ്ലെസ് ആണ്. അങ്ങനെ വരുന്ന ഒരു സെറ്റ് ഇൻഫൈനൈറ്റ് സെറ്റ് അല്ലേ? അടുത്തത് ദ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ 100. 100നേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്, അത് എൻഡ്ലെസ് ആണ്, കൗണ്ടബിൾ അല്ല, അൺലിമിറ്റഡ് ആണ്. അങ്ങനെയുള്ള ഒരു സെറ്റിനെയാണ് ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് വിളിക്കുക. നെക്സ്റ്റ് വൺ, ദ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ലെറ്റേഴ്സ് നിങ്ങൾക്കറിയാലോ, അവർ എത്ര എണ്ണം ഉണ്ടെന്നും 7 ആണെന്നും നമുക്ക് തിരിച്ചറിയാം. കൗണ്ടബിൾ അല്ലേ? എൻഡ്ലെസ് ആണോ? ഇല്ല, കൗണ്ടബിൾ ആണ്, ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അത് ഫൈനൈറ്റ് സെറ്റ് ആണ്. ഇനി അടുത്തതില് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഈക്വൽ സെറ്റ്. ഈ താഴെ കുറച്ച് സെറ്റുകൾ തന്നിട്ടുണ്ട്, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അതിലേതാണ് ഈക്വൽ സെറ്റ് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഈക്വൽ സെറ്റ് ഞാൻ നേരത്തെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്. കാർഡിനാലിറ്റി സെയിമായ പോരാ, സെയിം എലമെന്റുകൾ തന്നെ വരണം. ഇതിൽ തന്നിരിക്കുന്നു നോക്കിയേ, എ ഈക്വൽ ടു സെറ്റ് ഓഫ് എ ബി സി ഡി, ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഡി സി ബി എ. എയിൽ വന്ന സെയിം എലമെന്റ് അല്ലേ ബിയിൽ വന്നിരിക്കുന്നത്? 4 ആണ് കാർഡിനാലിറ്റി രണ്ടിൻ്റെയും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് സെറ്റുകളെ നമുക്ക് ഈക്വൽ സെറ്റ് എന്ന് വിളിക്കാം. നെക്സ്റ്റ് വൺ ശ്രദ്ധിക്കുക, അത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. എ ഈക്വൽ ടു സെറ്റ് ഓഫ് 4 8 12 18. 4 8 12 18. ബി എന്ന് പറയുന്ന സെറ്റിനാണെങ്കിൽ 8 4 16 18. നമ്പർ ഓഫ് എലിമെന്റ്സ് സെയിം ആണ്, 4 തന്നെ. കാർഡിനാലിറ്റി സെയിം ആണ്. പക്ഷേ ഇതിൽ ഫസ്റ്റിൽ വന്നിരിക്കുന്ന 12 എന്ന് പറയുന്ന എലമെന്റ് ബിയിലില്ല. അതിന് പകരം അവിടെ 16 കയറി വന്നു. അതുകൊണ്ട് തന്നെ ഈ രണ്ട് സെറ്റുകൾ ഈക്വൽ സെറ്റുകൾ അല്ല. അപ്പോൾ ടൈപ്സ് ഓഫ് സെറ്റ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ടൈപ്സ് ഓഫ് സെറ്റ് ആദ്യം വരുന്നത് നൾ സെറ്റ്, രണ്ടാമത്തേത് സിംഗിൾട്ടൺ സെറ്റ്, ഫൈനൈറ്റ് സെറ്റ്, ഇൻഫൈനൈറ്റ് സെറ്റ്, ഈക്വൽ സെറ്റ് ആൻഡ് ഈക്വലന്റ് സെറ്റ്. ഇനി ഒരു യൂണിവേഴ്സൽ സെറ്റുകളെ നമുക്ക് പഠിക്കണം. ആ യൂണിവേഴ്സൽ സെറ്റുകൾ സബ്സെറ്റ് എടുക്കുന്ന സമയത്താണ് അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് വിശദീകരിച്ച് പഠിക്കേണ്ടി വരിക. അത് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.